നമസ്കാരം. കേരളം 10 വർഷക്കാലം ഭരിച്ച് ഒരു 100 വർഷക്കാലത്തിനപ്പുറത്തേക്ക് കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പിറന്നു വീഴുന്ന കുഞ്ഞു കുട്ടികൾക്ക് പോലും 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുണ്ടാക്കി കേരളത്തെ കട്ടുമുടിച്ച ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണപ്പാളികൾ അടക്കം ഓട് കിണ്ടിയും നിലവിളക്കും അടക്കം കട്ടുവിറ്റ് മുടിച്ച ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടിയ PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും തൊഴിൽ നൽകാതെ പിൻവാതിലൂടെ DYFI-കാരെയും SFI-കാരെയും CPM-കാരെയും എല്ലാം പിൻവാതിൽ നിയമനം നടത്തി കേരളത്തെ ദ്രോഹിച്ച ആശാവർക്കർമാർക്ക് ഒരു 100 രൂപ പോലും കൂട്ടി നൽകാതെ പിണറായി വിജയൻ സർക്കാർ തേരോട്ടം നടത്തി 10 വർഷക്കാലം കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിച്ച ഈ സർക്കാരിന് ഗുഡ് ബൈ പറയേണ്ട കാലമായിരിക്കുന്നു. ബഹുമാനരായ കേരളത്തിലെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുവാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന വോട്ടർമാരെ, പൗരബോധമുള്ള യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ ഈ തരുണത്തിൽ മറക്കാതിരിക്കുക. 10 വർഷം നമ്മളെ ദാരിദ്ര്യത്തിന്റെ, കെടുകാര്യസ്ഥതയുടെ, അനീതിയുടെ യുഗത്തിലേക്ക് നയിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗുഡ് ബൈ പറയുവാൻ സമയമായിരിക്കുന്നു. ഈ അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ കൊള്ള നടത്തി, ആ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM സഖാക്കളെ ഇപ്പോഴും പാർട്ടിതല നടപടികൾ ഒന്നും തന്നെ നേരിടാൻ അനുവദിക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ ഈ ഭരണം ഇനിയും നാട്ടിൽ ആവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ, വോട്ടിംഗ് മെഷീന്റെ മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും അവസാന നിമിഷമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കുക. റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് ഹോൾഡേഴ്സായ PSC റാങ്ക് ഹോൾഡേഴ്സിന് പോലും ജോലി നൽകാതെ, പരീക്ഷ എഴുതാത്ത, പാസ്സാകാത്ത SFI സഖാക്കന്മാർക്കും DYFI സഖാക്കന്മാർക്കും പിൻവാതിലൂടെ നിയമനം നൽകുന്ന പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഇനിയെങ്കിലും അറുതി വരുത്തുവാൻ ഈ അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കുക. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും കാരണവശാൽ ചെല്ലുന്ന ആളുകളെ പിന്നീട് പെട്ടിയിലാക്കിയാണ് തിരിച്ചു കൊണ്ടുപോരുന്നത്. കസ്റ്റഡി മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ പറയുമ്പോൾ അത് തെറ്റേറ്റ് പറയുന്നതിന് തുല്യം തന്നെയാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ കൃഷ്ണൻകുട്ടി തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. കൃത്രിമമായി പ്രളയമുണ്ടാക്കി കേരളത്തെ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റുതുളിച്ച മാത്യു T. തോമസ് എന്ന ജലവിഭവ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം കേരളത്തിലെ ജനതയെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയായ കൃഷ്ണൻകുട്ടി തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇനി ഇതിലും വലിയ വെളിപ്പെടുത്തൽ മറ്റെന്താണ് കേരളത്തിൽ വരാനുള്ളത്? ബഹുമാന്യരായ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുവാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുക. ഇനിയും ഒരു 10 വർഷക്കാലം പിണറായി വിജയന് നമ്മൾ ഈ നാടിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളിലടക്കം അറബിക്കടലിൽ പോയി മുങ്ങിച്ചാകുന്നതായിരിക്കും നല്ലത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരായ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും ഒന്ന് ഓർക്കുക. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഗുഡ് ബൈ പറയാൻ കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യം നിങ്ങൾ വിനിയോഗിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ലക്ഷക്കണക്കിന് കോടിയുടെ ബാധ്യതയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തള്ളിവിടേണ്ടതായി വരും. വിദ്യാഭ്യാസം നടത്തുവാൻ വേണ്ടി വിദേശങ്ങളിൽ പോയി അവിടെ തന്നെ നമ്മുടെ കുട്ടികൾ തങ്ങി പാർത്ത് ജീവിക്കേണ്ടതായി വരും. കേരളം വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ പോലും കട്ടുമുടിക്കുന്ന, ശബരിമല ശാസ്താവിന്റെ സ്വർണം പോലും കട്ടിമുടിക്കുന്ന സഖാക്കന്മാർ ഇനിയും പെറ്റുപെരുകും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് മുമ്പ് ഇനിയും പിണറായി വിജയൻ എന്ന ഈ ദുർഭരണാധികാരി ഈ നാട്ടിൽ വേണ്ട ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ പറയുക.